നമസ്കാരം. അപ്പൊ ഇന്ന് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യമേ ഞാൻ പറയാറുള്ളൂ. തമാശകൾക്ക് വേറെ സമയമുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട. എന്നിരുന്നാലും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഈ നമ്മുടെ ഈ ലോകത്ത് ജഡ്ജ്മെന്റ്സ്, വിധികൾ കൂടുതലാണ്. അത് നമ്മൾ പറയും എല്ലാവർക്കും, ഇത് ആൾക്കാരെ വിധിക്കരുതെന്ന്. ഇത് പറഞ്ഞ് പറയുന്നവന് നാണം വരും, എന്നാലും ഇത് കേൾക്കുന്നവന് നാണം വരില്ല. അപ്പൊ അങ്ങനെയാണ് ലോകം. കാര്യം വിധിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് സാമാന്യം ആൾക്കാർക്ക് അറിയാം, സാമാന്യ ബോധമുള്ളവർക്ക് അറിയാം. കാര്യം ഈ വിധിക്കുന്നവന്റെ ഒരു കൺക്ലൂഷനിലേക്ക്, അവന്റെ ഒരു ചിന്തയിലേക്ക് ഈ വിധിക്കപ്പെടുന്നവനെ കൊണ്ടുവരാനായിട്ടുള്ള സംഭവമാണ്. അപ്പൊ പലപ്പോഴും അത് കൊണ്ടുവരാൻ ചെയ്യും. പല ദുർബല ഹൃദയന്മാരെയൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അതൊരു മാനിപ്പുലേഷന്റെ ഭാഗമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, അങ്ങനെ പറയുക എന്നൊക്കെ ഉള്ളത്. അപ്പോ ഇത് ഈ വിധിയും വിധിക്കപ്പെടുന്നവന്റെയും കാര്യമാണ് ഈ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് വിധികൾ ഞാൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം. പക്ഷെ അത് ഞാൻ അവെയറാണ്, ഞാനത് ബോധവാനാണ്. വിധിക്കപ്പെടുന്നുണ്ട്, വിധിക്കപ്പെട്ടിട്ടുണ്ട്, എന്നും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഒന്ന് ഞാൻ പറഞ്ഞു, മാനിപ്പുലേഷൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം. മനുഷ്യരുടെ ജീവിതം ചലിക്കുന്നത് ആവർത്തന വിരസതയിലൂടെയാണ്. കാര്യം ഒരു കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പറയും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയും. അത് നമ്മൾ ഒരു സാധനം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുവാണ്. അല്ലാണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഇതൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, കഴിയുന്നത്ര ചെയ്യുക. നമ്മളുടെ ടാലൻസ്, നമ്മളുടെ ഒരു നമ്മളുടെ പവർ കൂട്ടുക, ഒന്ന് ഓറ കൂട്ടുന്നെന്ന് പറയും. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക. അത് പലർക്കും ചെയ്യാൻ പറ്റാറില്ല. പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ ഭയം, ആ ചിന്തകളും ഒക്കെയാണ്. ഒരു പർട്ടിക്കുലർ സിസ്റ്റം, ഒരു നോംസിൽ പോകുന്ന ആൾക്കാരാണ്. ഒരു പ്രത്യേക രീതിയിലേക്ക് നമുക്ക് മാറാൻ മനുഷ്യർക്ക് പറ്റൂല, സമൂഹം അത് അംഗീകരിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വിധികളും കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു രീതിക്ക് ചലിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അപ്പോൾ അതിൽ ചലിക്കാത്തവൻ അവനെ വിധിക്കാനും അവനെ ഇതാക്കാനും ഒക്കെ മനുഷ്യർ നോക്കും. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. കാര്യം ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തതിലേക്ക് പെട്ടെന്ന് പോകും. അവിടം വരെ സാധാരണപ്പെട്ട മനുഷ്യർ എത്താറില്ല. അപ്പോൾ നമ്മളുടെ കൂട്ട് വിട്ടുപോകും, നമ്മളെ കൂടെ നിന്ന് ആൾക്കാർ വിട്ടുപോകും. കാരണം നമ്മുടെ ഒപ്പത്തിന്, ആ പേസിൽ, ആ സ്പീഡിൽ ചലിക്കാൻ പലർക്കും പറ്റാറില്ല. അത് നമുക്കറിയാം. അത് അവരുടെ കഴിവുകേടാണ്. എന്നിട്ട് അവർ നമ്മളെ വിധിക്കാൻ നോക്കും. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് അധികം അങ്ങനെ മലയാളി സുഹൃത്തുക്കളെ ഞാനിവിടെ വെച്ച് പുലർത്താത്തത്. അത് ദേഷ്യവും ഇഷ്ടക്കുറവും കൊണ്ടിട്ടൊന്നുമല്ല. ഞാൻ നേരത്തെയൊക്കെ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും അവരവരുടെയായിട്ടുള്ള ജീവിതം കൊണ്ട് അവരവരായിട്ടുള്ള സ്പീഡിലാണ് ആൾക്കാർ ചലിക്കുന്നത്. അത് ശരിയാണ്. വിളിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് സ്പീഡ് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാര്യം ആജീവനാന്തം ഞാൻ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ചലിക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ മുന്നേ നടക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മളുടെ കൂടെ നടക്കാൻ പറ്റുന്ന അത്ര ആംബിയറുള്ളവരൊക്കെ നമ്മൾ മനസ്സിലാക്കാനൊക്കെ, നമ്മളെ കൂടെ നിർത്താനൊക്കെ ഉള്ളൂ. അപ്പൊ അല്ലാത്തവർ കിടന്ന് വിധിക്കാൻ നിൽക്കരുത്, വിധിച്ച് വെറുതെ ആസാകാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് ഭണ്ഡാരമാണെന്ന്. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്, എന്തുകൊണ്ടിട്ടൊക്കെയാണ് ഈ വിധി വരുന്നത്. അങ്ങനെ വിധിച്ചാൽ വിധിക്കുന്നവന് തന്നെയാണ് കുഴപ്പം. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. വിധിക്കപ്പെടുന്നവനൊരു കുഴപ്പവും ഇല്ല, വിധിക്കുന്നവനാണ് ഈ കുഴപ്പം. വിധിക്കുന്നവന്റെ തലക്ക് വെളിവില്ലാത്തതുകൊണ്ടിട്ടാണ് ഈ വിധിക്കുന്നത്. അങ്ങനെ വിധിക്കുന്നതുകൊണ്ടിട്ട് അവൻ ഒരു ഫോൾസ് റിയാലിറ്റി, ഒരു മിഥ്യാധാരണ അവന്റെ മനസ്സിലുണ്ടാകുകയും അവനതും പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവനെ മനസ്സിലാവും അതല്ലെന്ന്. പക്ഷെ അതിനെ പിടിച്ചോണ്ടിരിക്കാൻ നോക്കും. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ കാണിച്ചത് ശരിയാണ്, ഞാൻ വിധിച്ചത് ശരിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ആൾക്കാർ പിന്നെയും അത് തന്നെ ഇങ്ങട്ട് കുച്ചാര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് ഒഴിവാക്കുക. അത് നിങ്ങളുടെ ഭാവിക്ക് തന്നെ ദോഷമാണ്. മനസ്സിലായോ സാറേ? ഒരു വിനായകൻ പറഞ്ഞാൽ ഹോബിക്ക പണില്ല സാർ, 100% പ്രൊഫഷണൽ. മനസ്സിലായോ?